ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലുണ്ടായ ആ ഒരു വലിയ തകർച്ചയ്ക്ക് ശേഷം തിരിച്ചു കയറുന്ന ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു തിരിച്ചുവരവിലും വളരെ മിതമായിട്ടുള്ള ഒരു അപ് മൂവ്മെന്റ് ആണ് പലപ്പോഴും കാണുന്നത്. പലരും പ്രതീക്ഷിച്ച പോലെ ഒരു കണ്ടിന്യൂസ് അപ് ട്രെൻഡ് 26,000 വരെയോ അല്ലെങ്കിൽ 27,000 വരെയോ ഒക്കെയുള്ള ഒരു ഹെവി അപ് ട്രെൻഡ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. 24,000-അടുത്തുള്ള ആ ഒരു ഏരിയയിൽ നല്ല രീതിയിൽ ഒരു ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിഫ്റ്റി 50-ൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോഴും ആ ഒരു സേഫ് സോണിൽ എത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഈ ആഴ്ച മാർക്കറ്റിൽ വളരെ വലിയ ഒരു ക്രാഷ് ഉണ്ടായി, അതിനുശേഷം നല്ലൊരു റിക്കവറി ഉണ്ടായി. പക്ഷെ ഇതെങ്ങനെ ഒരു ട്രാപ്പായി മാറുന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഒരു വലിയ സെല്ലിങ്ങിന് ശേഷം മാർക്കറ്റിൽ നമ്മളൊരു കിടിലൻ ബൗൺസ് ബാക്ക് കാണുന്നു. പലപ്പോഴും നിഫ്റ്റി നല്ലൊരു ഗെയിനോട് കൂടി തന്നെ ഒരു ആഴ്ചയിൽ ക്ലോസ് ചെയ്യുമ്പോൾ ക്രൂഡ് ഓയിലിന്റെ ഉയർന്ന വിലയും അതുപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ നിർത്താതെയുള്ള സെല്ലിങ്ങുകളും മറ്റൊരു വീഴ്ചയുടെ സൂചന കൂടി നൽകുകയാണ്. അപ്പോൾ ഇതൊരു സാധാരണ മാർക്കറ്റ് കറക്ഷൻ അല്ല, ഞാൻ ഇതിനെ മാർക്കറ്റ് ഡിസബിലിറ്റി എന്ന് വിളിക്കുന്ന ഒരു ഫേസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഗ്ലോബലും ഡൊമസ്റ്റിക്കുമായിട്ടുള്ള പ്രഷറിന്റെ ഒരു ടോക്സിക് മിക്സ് കാരണം ഉണ്ടായ വളരെ വലിയ വോളറ്റാലിറ്റിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ വീഡിയോയിൽ. അപ്പോൾ ഈ വാർണിംഗ് സൈൻ എന്താണ് അർത്ഥമാക്കുന്നതെന്നും ഈ ബൗൺസ് ബാക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വീക്കായി പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ശരിക്കും ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ മാറണം എന്ന് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. വലിയ ഒരു ക്രാഷിന് ശേഷം റിക്കവറി സംഭവിക്കുമ്പോൾ മെയ് മാസത്തിലും 24,000-നും 24,500-നും ഇടയിലുള്ള വളരെ വലിയ വോളറ്റാലിറ്റി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചില സമയത്ത് അത് 24,000 ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് 23,300 വരെ എത്തുന്ന സാഹചര്യം ഉണ്ടായി. കൂടിക്കൊണ്ടിരിക്കുന്ന ക്രൂഡ് ഓയിൽ വില, രൂപയുടെ വാല്യൂ ഇടിയുന്നത്, അതുപോലെ തന്നെ മോശമായി വരുന്ന ഗ്ലോബൽ സിറ്റുവേഷൻ, ഇതെല്ലാം മാർക്കറ്റിൽ ഒരു വലിയ പേടി ഉണ്ടാക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒരു സാഹചര്യം ഇന്ത്യയെ പോലെയുള്ള ഒരു മാർക്കറ്റിനെ കാര്യമായി തന്നെ എഫക്ട് ചെയ്യും. നമ്മൾ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. ഫോറിൻ ക്യാപിറ്റലിന്റെ വരവിനെയും പോക്കിനെയും വളരെ വലിയ രീതിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു. പോരാത്തതിന് ഇമ്പോർട്ടഡ് ഇൻഫ്ലേഷൻ നമ്മുടെ കറൻസിയെ വീക്ക് ആക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ മാർക്കറ്റിൽ ഒരു സ്ട്രോങ് ബൗൺസ് ബാക്ക് നടത്തുകയും തുടർച്ചയായിട്ട് 5 ദിവസങ്ങൾ പിന്നീട് വീഴുന്നതും കാണാൻ കഴിഞ്ഞു. വില കുറഞ്ഞപ്പോൾ നല്ല സ്റ്റോക്കുകൾ വാങ്ങാനും ലോസ് കട്ട് ചെയ്യുന്നതും പലപ്പോഴും നമുക്ക് കാണാൻ കഴിഞ്ഞു. പക്ഷേ താഴ്ന്ന ലെവലിൽ നിന്നുള്ള ഒരു ബൗൺസ് ബാക്ക് പുതിയ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള റാലിയുടെ തുടക്കമാകണമെന്നില്ല. മാർക്കറ്റിനെ ഐസിയുവിൽ കിടന്ന ഒരു പേഷ്യന്റിനെ പോലെ എന്നാണ് നമ്മളൊന്ന് സങ്കല്പിക്കേണ്ടത്. ഇപ്പോൾ രോഗി നോർമൽ റൂമിലേക്ക് മാറി ജീവന്റെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അത് നല്ലൊരു കാര്യമാണ്. പക്ഷെ ഇപ്പോഴും വളരെ വീക്കാണ്. ആ ഒരു ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന്റെ സപ്പോർട്ടിലാണ് മുന്നോട്ട് പോകേണ്ടത്. പുതിയൊരു ഷോക്ക് താങ്ങാനുള്ള കപ്പാസിറ്റി നിലവിലില്ല എന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും പുറത്തു നിന്നുള്ള ആ ഒരു ഭീഷണി അല്ലെങ്കിൽ സിറ്റുവേഷൻ, ക്രൂഡ് ഓയിലിന്റെ ആ ഒരു പ്രൈസ് ഹൈക്കൊക്കെ നമ്മളെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. ബൗൺസ് ബാക്കിന് മുകളിൽ ഒരു കരിനിഴൽ പോലെ നിലനിൽക്കുന്ന ഏറ്റവും വലിയ ത്രെട്ട് ഈ ക്രൂഡ് ഓയിലിന്റെ വില തന്നെയാണ്. കഴിഞ്ഞ മാസത്തേക്കാൾ ഏതാണ്ട് $105 മുകളിൽ ക്രൂഡ് ഓയിലിന്റെ വില നിൽക്കുമ്പോൾ കഴിഞ്ഞ വർഷം ഇതേ സമയത്തേക്കാൾ ഏതാണ്ട് 65% കൂടുതലാണ്. സപ്ലൈ ഇനിയും കുറഞ്ഞാൽ വില ബാരലിന് $150 എത്താൻ വരെ സാധ്യതയുണ്ട്. പ്രധാനമായും മിഡിൽ ഈസ്റ്റിലെയും ഹോർമൂസ് കടലിടുക്കിലെയും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വിലക്കയറ്റത്തിന് ഒരു വലിയ കാരണമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇന്ത്യക്ക് ഇത്രയും ക്രിട്ടിക്കൽ ആകുന്നത് എണ്ണവില കൂടുമ്പോഴെല്ലാം നമ്മുടെ എക്കണോമിയെ കാര്യമായി ബാധിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ ഇമ്പോർട്ട് ബിൽ കൂടുക, അക്കൗണ്ട് ഡെഫിസിറ്റും കൂട്ടുകയും ചെയ്യുന്നു. ഇൻഫ്ലേഷന് വലിയ രീതിയിൽ കാരണമാകുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിനെയും ബിസിനസ്സുകളെയും ഒരുപോലെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുകയും ചെയ്യുന്നു. 2026 ഏപ്രിൽ ഇന്ത്യയുടെ ഹോൾസെയിൽ ഇൻഫ്ലേഷൻ WPI 8.3% എന്ന 3 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ. ഇതിന് പ്രധാന കാരണം ഫ്യൂവൽ ആൻഡ് പവർ സെക്ടറിലെ 24.71% വർധനവ് തന്നെയാണ്. ഉയർന്ന ഓയിൽ വില പെയിന്റ്, ലോജിസ്റ്റിക്സ്, ഏവിയേഷൻ, കെമിക്കൽസ് പോലെയുള്ള സെക്ടറുകളിലും വളരെ വലിയ പ്രഷർ ഉണ്ടാക്കുന്നുണ്ട്. ക്രൂഡ് ഓയിൽ വില കാര്യമായിട്ട് കുറയുന്നവരെ ഇന്ത്യൻ മാർക്കറ്റിലെ ഏതൊരു മുന്നേറ്റവും ലിമിറ്റഡും ദുർബലവുമായി. ഓയിലാണ് പ്രധാന എക്സ്റ്റേണൽ ത്രെട്ടെങ്കിൽ നമുക്ക് ഉണങ്ങാത്ത ചില മുറിവുകൾ FIIsന്റെ സൈഡിൽ നിന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ രൂപയുടെ ആ ഒരു ഇടിവും നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യൻ റുപ്പി അതിന്റെ ഓൾ ടൈം ലോയിലേക്ക് വീണ് കഴിഞ്ഞു. US ഡോളറിനെതിരെ ഏകദേശം 95.8 എന്ന നിലയിൽ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഏകദേശം 12% രൂപ വീക്കായി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ വീക്കായി പോകുന്ന രൂപയെ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് ഒരു നോ കോൺഫിഡൻസ് വോട്ടായിട്ട് കാണും. ഇത് ഒരു വിഷ്യസ് സൈക്കിൾ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ് ഉണ്ടാക്കുന്നു. രൂപയുടെ വാല്യൂ കുറയുമ്പോൾ FIIകൾക്ക് അവരുടെ ഹോം കറൻസിയിൽ കിട്ടുന്ന റിട്ടേൺ കുറയും. അവർക്ക് വിറ്റുമാറാൻ ഒരു കാരണമായിട്ട് ഇത് മാറുകയും ചെയ്യും. തീർച്ചയായിട്ടും ഇത് FIIകളിലേക്ക് നമ്മളെ എത്തിക്കുകയാണ്. മാസങ്ങളായിട്ട് അവർ ഇന്ത്യൻ സ്റ്റോക്കുകളിൽ നിന്ന് പിൻവലിക്കുകയാണ്. ഈ വർഷത്തെ ഡാറ്റ കാണിക്കുന്നത് ഒരു വലിയ ടക്ക് ഓഫ് ആണ്. FIIകൾ വലിയ രീതിയിൽ വിൽക്കുമ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് വാങ്ങി മാർക്കറ്റിനെ കംപ്ലീറ്റ് ക്രാഷിൽ നിന്ന് സംരക്ഷിക്കുകയാണ്. പാറ്റേൺ തീർച്ചയായിട്ടും ഒരു സ്ട്രക്ചേർഡ് ഷിഫ്റ്റിനെയാണ് കാണിക്കുന്നത്. ഡൊമസ്റ്റിക് SIP ഫ്ലോകളുടെയും കോൺഫിഡന്റ് ആയിട്ടുള്ള ലോക്കൽ സ്ഥാപനങ്ങളുടെയും ശക്തി കൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ കൂടുതൽ സെൽഫ് സഫിഷ്യൻസി ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ. എന്നിരുന്നാലും FIIയുടെ സെല്ലിംഗിന്റെ പവറിനെ നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇന്ത്യൻ സ്റ്റോക്കുകളിലെ അവരുടെ ഓണർഷിപ്പ് 14 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയായിട്ടുള്ള 17
14.7% കുറയുന്നതും നമുക്ക് കാണാൻ കഴിഞ്ഞു. എക്കണോമിയിലെ ആശങ്കകൾ, മാർക്കറ്റിലെ മികച്ച അവസരങ്ങൾ, ഒരു ജനറൽ പ്രോഫിറ്റ് ബുക്കിംഗ് എന്നിങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് അവർ വിട്ടുമാറുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്ര കാലം FIAകൾ നെറ്റ് സെല്ലേഴ്സ് ആയിട്ട് തുടരുന്നു അത്രയും കാലം അവർ മാർക്കറ്റിന് വലിയൊരു ബ്ലോക്ക് ആയിട്ട് നിൽക്കും. ഓരോ റാലിയും എക്സിറ്റ് ചെയ്യാൻ ചാൻസ് നോക്കിയിരിക്കുന്ന ഫോറിൻ ഫണ്ടുകളുടെ സെല്ലിംഗ് പ്രഷറിൽ തീർന്നു പോകാനും സാധ്യതയുണ്ട്. ഈ ഒരു ഫ്ലോ നിലയ്ക്കാതെ സ്റ്റേബിൾ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനാകില്ല. അപ്പോൾ ഈ ഒരു റിസ്കുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ശരിക്കും സേഫ് സോണിൽ എത്താതെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരു ബൗൺസ് ബാക്കിന് നിലനിൽപ്പുണ്ട് എന്ന് എന്ത് സിഗ്നലുകളിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചല്ല, മറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഡാറ്റ ബാക്ക്ഡ് ആയിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഗ്രീൻ സിഗ്നൽ തരേണ്ട 3 പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രൂഡ് ഓയിലിന്റെ വിലയാണ്. ഇവിടെ സൈക്കോളജിക്കൽ ലെവൽ $100 ഇതിന് താഴെ ഡിസിസീവ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വീഴ്ച ഇന്ത്യൻ മാർക്കറ്റിന് കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു പോസിറ്റീവ് ടിക്കർ ആയിരിക്കും. അനലിസ്റ്റുകൾക്കിടയിൽ ചില അഭിപ്രായങ്ങളുണ്ട്. USEA പോലെയുള്ള ചിലർ ഈ വർഷാവസാനത്തോടെ വില കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. 2026 4 ക്വാർട്ടർ ആവറേജ് $89 ആയേക്കാം. ജിയോ പൊളിറ്റിക്കൽ ഇവന്റ്സിനെ ആശ്രയിച്ച് വില ഇപ്പോഴത്തെ ഉയർന്ന ലെവലിൽ തന്നെ തുടരുമെന്ന് മറ്റുള്ളവർ കരുതുന്നു. തൽക്കാലം ബ്രന്റ് ക്രൂഡ് ഓയിലിനെ വാച്ച് ചെയ്യുക. 90-95 റേഞ്ചിലേക്ക് വന്നാൽ നമുക്ക് എനർജി പ്രൈസിലെ ഇമ്പാക്ട് ഏറ്റവും മോശം ഘട്ടം കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് കരുതാൻ കഴിയും. രണ്ടാമത്തെ സിഗ്നൽ രൂപയാണ്. നമുക്കിവിടെ ഒരു സ്റ്റെബിലിറ്റി കാണേണ്ടതുണ്ട്. ഒറ്റ രാത്രി കൊണ്ട് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആവണമെന്നല്ല, പക്ഷേ ഈ ഒരു വീഴ്ച USD INR പെയർ ഒരു സീലിംഗ് കണ്ടെത്തി ഒരു റേഞ്ചിനുള്ളിൽ സ്റ്റേബിൾ ആകണം. കറൻസി സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് എക്സ്ചേഞ്ച് റേറ്റ് ലോസ് ഉണ്ടാകുമോ എന്ന ഒരു പേടി മാറുകയും ഇന്ത്യൻ അസറ്റിലേക്ക് വീണ്ടും എൻ്റർ ചെയ്യാൻ കൂടുതൽ കോൺഫിഡൻസ് തോന്നുകയും ചെയ്യും. അവസാനമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് FIA ഫ്ലോകളുടെ ഒരു ഷിഫ്റ്റ് ആണ്. FIAകളിൽ നിന്നുള്ള ആ ഒരു തുടർച്ചയായിട്ടുള്ള സെല്ലിംഗ് പ്രഷർ കുറയുന്നത് നമുക്ക് കാണണം. അതിനർത്ഥം അവർ പെട്ടെന്ന് കോടിക്കണക്കിന് രൂപയുടെ ബൈയിങ് തുടങ്ങണമെന്നല്ല. സെല്ലിംഗിൽ ഒരു കുറവ് വന്നാൽ തന്നെ തീർച്ചയായിട്ടും നമുക്കൊരു പോസിറ്റീവ് ഇൻഫർമേഷൻ തന്നെയാണ്. പാനിക് കുറയുകയാണെന്നും ചെറിയ റാലികളിലൂടെ അവർ എക്സിറ്റ് ചെയ്യാനുള്ള അവസരമായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നും നമുക്കൊരു ഇൻഫർമേഷൻ ലഭിക്കുകയാണ്. പ്രധാന കാര്യം ഇതൊരു സ്റ്റോക്ക് പിക്കേഴ്സ് മാർക്കറ്റ് ആകാനാണ് ചാൻസ്. ഒരു തിര വന്ന് നമ്മളുടെ എല്ലാ മാർക്കറ്റിനെയും എല്ലാ ബോട്ടുകളെയും ഒരുപോലെ മുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് കരുതാം. തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഈ ഒരു മേഖലയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു 3 കൺഫർമേഷനുകൾ നമുക്ക് ലഭിക്കുന്ന മുറയ്ക്ക് നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളിലേക്ക് നമുക്ക് നീങ്ങാവുന്നതാണ്. അപ്പൊ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. അൺസർട്ടനിറ്റി മാനേജ് ചെയ്യുന്ന വീക്ക് ഓൺ വീക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ ഡേ ബൈ ഡേ നോക്കേണ്ട ഒരു പ്രോസസ്സാണ്. പ്രധാനപ്പെട്ട ന്യൂസുകൾ മാർക്കറ്റിൽ വോളറ്റാലിറ്റി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ക്രിട്ടിക്കൽ ഫാക്ടേഴ്സിനെ കുറിച്ച്, അതായത് ഓയിൽ, റുപ്പി ആൻഡ് FIA ഫ്ലോ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ആ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ടാവും. ക്ലിയർ ആയി നോക്കുകയാണെങ്കിൽ ഈ ആഴ്ച മാർക്കറ്റിന് വളരെ പ്രോത്സാഹനജനകമായിട്ടുള്ള സിഗ്നലുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു വലിയ വീഴ്ചയുടെ വക്കിൽ നിന്ന് പതിയെ തിരിച്ചു കയറുന്നതും കാണാൻ കഴിയും. പക്ഷേ ഇപ്പൊ തന്നെ വിജയം പ്രഖ്യാപിക്കുന്നത് തീർത്തും മണ്ടത്തരമായിരിക്കും. പ്രധാനപ്പെട്ട ത്രെട്ടുകൾ, ഉയർന്ന ഓയിൽ വിലയും വീക്കായിട്ടുള്ള രൂപയും തീർച്ചയായിട്ടുള്ള ഫോറിൻ ക്യാപിറ്റൽ ഔട്ട്ഫ്ലോയും ഇപ്പോഴും ആക്റ്റീവായിട്ട് തന്നെയുണ്ട്. ഒരു സ്റ്റേബിൾ റിക്കവറിയിലേക്കുള്ള ഒരു വഴി വ്യക്തമാണ്. പക്ഷേ നമ്മൾ ഇതുവരെ ആ വഴിയിൽ എത്തിയിട്ടില്ല. ഓയിൽ വില കുറയുകയും രൂപ സ്റ്റേബിൾ ആകുകയും FIA സെല്ലിംഗ് നിൽക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. ആ കണ്ടീഷൻസ് എല്ലാം മീറ്റ് ചെയ്യുന്നത് വരെ വളരെ ശ്രദ്ധയോടെ ഇരിക്കാം. നല്ല സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുക. ഇൻഫോംഡ് ആയിരിക്കാം. മാർക്കറ്റിന്റെ വീക്ക്നെസ് മാറുന്നതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറുക. ശരിക്കും ഔട്ട് ഓഫ് ദ വുഡ് ആയിട്ടില്ല എന്നുകൂടി നമ്മൾ കൃത്യമായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീണ്ടും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് നിങ്ങൾക്ക് മുമ്പിലേക്ക് വരാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി അതൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ പുതിയ വീഡിയോകളുമായിട്ട് ഉടനെ വരാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.